അടയാളങ്ങൾ കാണാത്തപ്പോഴും വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഇപ്പൊ ചില സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ അവശരാകുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും നിങ്ങളെ പൊട്ടാപ്പോഴ വിഡ്ഢിയെന്നൊക്കെ വിളിക്കും. അപ്പം നിങ്ങൾ അവശരാകുന്ന സമയത്ത് തന്നെ നിന്റെ സാഹചര്യവും നിന്റെ വീട്ടു സാഹചര്യവും നിനക്കെതിരാകും. എന്നിട്ടും തുഴയുന്നവനാണ് അവരിൽ വിശ്വസിക്കുന്നവൻ. കൈയിട്ടിച്ച് അപ്പൊ കാറ്റ് പ്രതികൂലമായിരുന്നോ, സാഹചര്യം, ബന്ധുക്കള്, സ്വന്തപ്പെട്ടവര്, ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങള് എല്ലാവരും ചില സമയത്ത് പ്രതികൂലമാകും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയാണ്. എങ്കിലും യെറ്റ് ഹി വെന്റ് ഓൺ, എന്നിട്ടും നമ്മൾ മുന്നോട്ട് പോകും. എന്താ കാരണം? അടുത്ത വചനം ഇതിനേക്കാൾ കഷ്ടമാണ്. അടുത്ത വചനം വായിച്ചേ. രാത്രിയുടെ 4-ാം യാമത്തിൽ. രാത്രിയുടെ 4-ാം യാമം. രാത്രിക്ക് എത്ര യാമം ഉണ്ടെന്ന് അറിയാമല്ലോ. രാത്രിയുടെ 4-ാം യാമമാണ് ഇത്. എത്രയാണ് വചനം? എത്രയാണിത്? മർക്കോസ് 6:48, 49, 50 വചനങ്ങളിലൂടെയാണ് പോണത്. ഇപ്പം എന്തൊക്കെയാണ് പ്രശ്നമുണ്ട്? കാറ്റ് പ്രതികൂലമായിരുന്നോ? അപ്പം എന്ത് സംഭവിച്ചു? രാത്രിയുടെ 4-ാം യാമം. ഉടമ്പടി 4-ാമത്തെ പ്രാവശ്യം പുതുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കർത്താവ് വരാൻ പോണത്. മനസ്സിലായില്ലേ? കാരണം 1-ാം യാമം ഉണ്ട്, അത് 6 തൊട്ട് 9 മണി വരെയാണ്. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം യഹൂദൻ്റെ കണക്കാണിത് ബൈബിളിലുള്ളത്. അത് 6 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് 1-ാം യാമം. 9 to 12, 12 രാത്രി 2-ാം യാമം. 12 to 3 മണി, വെളുപ്പിന് 3 മണിയാണ് 3-ാം യാമം. 3 മണി തൊട്ട് 6 മണി വരെ നേരം വിളിക്കാനായി. 3 മണി തൊട്ട് 6 മണി വരെ. അപ്പം രാത്രിയുടെ 4-ാം യാമത്തിൽ ഓർക്കുക, കർത്താവിൻ്റെ സ്വഭാവം പഠിക്കുക. 1-ാം യാമത്തിൽ വന്നില്ലെങ്കിൽ വരികത്തില്ലെന്ന് നീ ചിന്തിക്കരുത്, അത് അല്പക്രിസ്ത്യാനിയാണ്. 2-ാം യാമത്തിൽ അവന് ഉത്തരം തന്നില്ലെങ്കിൽ അവൻ വരത്തില്ലെന്ന് ചിന്തിക്കരുത്, അത് നീ അവിശ്വാസിയാണ്. 3-ാം യാമത്തിൽ അവൻ വന്നില്ലെങ്കിൽ നീ അവൻ വരത്തില്ലെന്ന് ചിന്തിക്കരുത്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ദൈവം നിന്നെ മനുഷ്യനായിട്ട് പോലും കരുതത്തില്ല. എന്താ കാരണം? 4-ാം യാമത്തിലും അവൻ വരാൻ സാധ്യതയുണ്ട്. കാര്യം അവൻ നിനക്ക് വേണ്ടി വില കൊടുത്ത് നിന്നെ വീണ്ടെടുത്ത ദൈവമാണ്. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് 48, 49, 50. അടുത്ത വചനം വായിച്ചേ. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തെത്തി അവരെ കടന്നു പോകാൻ ഭാവിച്ചു. ഇതാണ് പ്രശ്നം. രാത്രിയുടെ 4-ാം യാമത്ത് അവൻ നേരെ വന്ന് വള്ളത്തിൽ കയറിയതല്ല ചെയ്യുന്നത്. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്നു വന്നു. നിന്റെ ദൈവം ഏത് കടലിന്റെ മീതെയും കാറ്റിന്റെ മീതെയും അവൻ നടന്നു വന്ന് നിന്റെ വീണ്ടെടുപ്പ് നടത്തും. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ചിലർക്ക് പറ്റുന്ന അവസ്ഥ എന്താണെന്നറിയാവോ? ഈ 1-ാം യാമത്തിൽ അവരുടെ വിഷയത്തിന് മേൽ ദൈവം കടന്നു വന്നില്ലെങ്കിൽ അവർ സ്റ്റോപ്പ് ചെയ്യും. പ്രാർത്ഥനാ ജീവിതം സ്റ്റോപ്പ് ചെയ്യും, ഉടമ്പടി ജീവിതം സ്റ്റോപ്പ് ചെയ്യും. 2-ാം യാമത്തിൽ വന്നില്ലെങ്കിൽ വേറെ കുറേ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യും. 3-ാം യാമത്തിൽ വന്നില്ലെങ്കിൽ അടുത്ത കുറേ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യും. ഈ 4-ാം യാമക്കാരാണ് ദൈവത്തിന്റെ സ്വന്തം ആൾക്കാർ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹത്തോടെ മുന്നേറുവാൻ, ലക്ഷ്യമാക്കി മുന്നേറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ.
Praise the Lord. ഈ നാലാം യാമത്ത് വരുന്ന ഈശോ എന്താ ചെയ്യണത്? ഇത്രയും 3 യാമങ്ങളും പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ടും കരഞ്ഞും കൂവിയും ഈ മനുഷ്യൻ കാത്തിരിക്കുമ്പോൾ നേരെ വന്ന വള്ളത്തെ കയറേണ്ടതല്ലേ ചെയ്യേണ്ടത്? കേണില്ല. എന്താ ചെയ്യണത്? അവരെ കടന്നു പോകാൻ ഭാവിച്ചു. ഈ കടന്നു പോകാൻ ഭാവിക്കുന്ന കർത്താവിനെ നിങ്ങൾ തിരിച്ചറിയണം. എന്തിനാണ് ഇങ്ങനെ കടന്നു പോകാൻ പ്രാർത്ഥിക്കണത്? അതായത് ഈ മനുഷ്യർ അവൻ്റെ റിസ്കിലും വിശ്വാസത്തിലും അവൻ്റെ പ്രത്യാശയിലും ദൈവസ്നേഹത്തിലും ഈശോയെ ക്ഷണിക്കണം. ഈ ഭാവിക്കുന്ന കർത്താവിനെ നമ്മൾ സാധാരണ ക്ഷണം കൊണ്ട് ഒക്കത്തില്ലെന്ന് ഉറപ്പായി. എന്താ കാര്യം? നമ്മുടെ വിശ്വാസവും ഇപ്പം അപ്പോസ്തലന്മാർ എന്താ പറയുക? ഗുരു, ആ ഉറക്കം എന്തായിരുന്നു? അതൊരു ഭാവിക്കലായിരുന്നു ഇല്ലേ? 4:38 മർക്കോസ് പറഞ്ഞില്ലേ, അവൻ വള്ളത്തിൻ്റെ തോണി കിടന്ന് ഉറങ്ങിയപ്പോൾ കൊടുങ്കാറ്റ് വന്ന് കടക്ഷോഭം ഉണ്ടായി. വള്ളം ഇങ്ങനെ ഈ തിരമാലകളിട്ട് അമ്മാനമാടുകയാണ്. അമ്മാനമാടുന്നൊരു വള്ളത്തിൽ കിടന്ന് ഉറങ്ങാൻ മലർക്കും പറ്റുക? ശ്രാങ്കമാർക്ക് പോലും പറ്റത്തില്ല, പരിചയമുള്ള. അതായത് മീൻസ് അപ്പോൾ എന്നിട്ടും കർത്താവ് ഉറങ്ങിയെന്ന് പറയുമ്പോൾ അത് ഉറക്കമാണ്, അത് ഭാവിക്കലാണെന്ന്. അത് പറഞ്ഞു ഇറങ്ങി പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. നിൻ്റെ കൂടെ നിൻ്റെ വീട്ടിൽ നിൻ്റെ കർത്താവുണ്ട്. അവൻ ഉറക്കം ഭാവിക്കുകയാണെങ്കിൽ ദൈവവേദലെ നിൻ്റെ ഭാഗത്തുനിന്ന് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വിളി ഉണ്ടാകണം. എന്താണ്? ഞങ്ങൾ നശിക്കുന്നു, അത് നിനക്ക് യാതൊരു ഗൗരവമില്ലേ? എൻ്റെ കർത്താവേ, ഞങ്ങൾ പോകാൻ ആഗ്രഹിച്ചപ്പോഴാണ് ഇപ്പോൾ അപ്പന് ക്യാൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞങ്ങളെ പരീക്ഷിക്കരുത് എന്ന് പറയണമെങ്കിൽ ഒരു ബന്ധമുണ്ടാകണം. ഭാവിക്കുന്ന ഈശോയുടെ പണ്ട് മുതലുള്ളൊരു സ്വഭാവമാണ്. അതായത് നമ്മളുടെ കൂട്ടായ്മയിലേക്ക് കർത്താവ് കടന്നു വരണമെങ്കിൽ ഈ ഭാവിക്കൽ എന്ന് പറയുന്ന എന്താ സംഭവം? കടന്നു പോകാൻ ഭാവിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ഉറങ്ങുന്നതായിട്ട് ഭാവിക്കുക. ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾക്ക് നെറ്റിഫെറ്റിൽ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ള ഇഫക്റ്റാണ് ഉള്ളത്. അറിയാമല്ലോ, ഇപ്പം ദൈവത്തിന് ഭാവിക്കലാണത്. നമ്മളെ പറ്റിക്കണാണ്, കളിപ്പിക്കണാണ്. പക്ഷെ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ വിസ പ്രോസസ് നടക്കണില്ല, PR കിട്ടണില്ല. ഇപ്പം തന്നെ ജപ്തിക്ക് ഓർഡർ വന്ന് നമ്മൾ അനുഭവിക്കുന്നത് ഭയങ്കരമായ സങ്കടങ്ങളാണ് അനുഭവിക്കുന്നത്. ഈ സങ്കട സമയത്തുള്ള ഭാവിക്കലിനെ ദൈവത്തെ കക്ഷി ചേർക്കുന്നതിന് നിലവിലുള്ള നിൻ്റെ ആശാരം പൂശാരം വിശ്വാസം പോരം നടത്താം, ആത്മബന്ധം ഉണ്ടാവണം നടത്താം. മനസ്സിലായില്ലേ? ഇതുകൊണ്ടാണ് ഉടമ്പടി ചെയ്യുമ്പോൾ അത് ഇത്തിരി മെനയായിട്ട് ചെയ്യണം, വൃത്തിയായിട്ട് ചെയ്യണം. ആക്കാനും വേണ്ടി ഓക്കാനിക്കലും നടത്താം. എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ഉടമ്പടി ചെയ്തു. അവൻ തന്നാലും തന്നില്ലേലും ഞാൻ കർത്താവിനോട് ഉടമ്പടിയായിട്ട് ജീവിക്കും. ശ്രദ്ധിക്കട്ടെ. അടയാളങ്ങൾ കാണാത്തപ്പോഴും വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കുക. ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, എന്ത് ചോദിക്കും? അച്ഛാ, ഇത്രയും നാളെ കഷ്ടപ്പെട്ടതും വിശ്വസിച്ചതും പ്രാർത്ഥിച്ചതും വെറുതെയായോ? ഈ പ്രാർത്ഥനയും ഉടമ്പടി ഒന്നുമില്ലാത്ത ആൾക്കാരൊക്കെ എന്നെക്കാൾ മുമ്പേ ജോലി കിട്ടിയല്ലോ, അവർ കല്യാണം കഴിച്ചല്ലോ, അവർക്കെല്ലാം പിള്ളേരായല്ലോ, എനിക്ക് മാത്രം പിള്ളേരുമില്ല, കല്യാണമില്ല, വീടുമില്ല. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിലേ സകല മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യരാണ്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾ കുട്ടിച്ചാത്തന സേവ ചെയ്താലും മതി. കുട്ടിച്ചാത്തന സേവയിൽ പിന്നെ നിത്യജീവനമില്ലല്ലോ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന. ഞങ്ങൾ യേശുവിനെ ചേർത്ത് ആരാധന, 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 അങ്ങേക്ക് ആരാധന. ശക്തിയോട് ചേർന്ന് പാടാം. 19 കൊരിന്തോസ് 15:19. ഈ വാക്ക് കറക്റ്റ് മനസ്സിൽ സൂക്ഷിക്കണം. ഒന്ന് പറഞ്ഞു. 1 കൊരിന്ത്യൻസ് 15:19.
ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പറഞ്ഞേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നവരെ ഇപ്പോൾ 1 യാമക്കാരുണ്ട്, 2 യാമക്കാരുണ്ട്, 3 യാമക്കാരുണ്ട്, 4 യാമക്കാരുണ്ട്. ആ 3 യാമത്തിലും ഭൗതിക നേട്ടം ഉണ്ടാകണില്ല. പ്രാർത്ഥന മാത്രം മിച്ചം, കഷ്ടപ്പാടും മിച്ചം, ഉറക്കമില്ലായ്മയും കഷ്ടപ്പാടും സംഘർഷവും മിച്ചം. അപ്പോൾ ഇത് എവിടെ പിന്നെ ദൈവം നീതിമാനാണെന്നല്ലേ നമ്മൾ പറയണത്. അപ്പോൾ പിന്നെ ഈ നമ്മൾ ഇത്രയും കഷ്ടപ്പെടാത്ത ആൾക്കാർ കേടായി പോവുകയും കഷ്ടപ്പെട്ട് നമ്മൾ കരക്ക് നിൽക്കുകയും ചെയ്യുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ നമ്മളുടെ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഇപ്പോൾ റീഫണ്ടബിൾ അല്ലാത്ത എല്ലാ പ്രാർത്ഥനയ്ക്കും ലക്ഷ്യം ഈ ജീവിതം മാത്രമല്ല, നിത്യജീവിതം കൂടിയാണ്. കൈയടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് കഴിഞ്ഞാൽ, ഒരു സ്പിരിച്വൽ ലൈഫ് വെൻ വി ലീഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് വി മസ്റ്റ് ഹാവ് എ മിനിമം പ്രൂഡൻസ്. അത് കർത്താവിൻ്റെ ഒരു തീരുമാനമാണ്. ഒരു ആധ്യാത്മിക ജീവിതം നിങ്ങൾ യേശു ക്രിസ്തുവുമായിട്ടാണ് ഉരുക്കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മിനിമം വിവേകമുണ്ടാകണം. കർത്താവ് എന്താ പറഞ്ഞത്? വിവേകമുള്ള കന്യകമാരും വിവേകമില്ലാത്ത കന്യകമാരും. ആൻഡ് സ്പിരിച്വൽ ലൈഫ് ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ലൈഫ്, നോട്ട് ഇമോഷണൽ ലൈഫ്. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് നിൻ്റെ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ, ഈ ജീവിതത്തിന് വേണ്ടി അത് മറുപടി തരുന്നില്ലെങ്കിൽ, ആ വിഷയത്തിന് അപ്പോൾ തരുന്നില്ലെങ്കിൽ, നീ ഉടനെ പറയണം, കർത്താവേ, ഈ പ്രാർത്ഥനയ്ക്ക് ഈ ഘട്ടത്തിൽ നീ എനിക്ക് ഉത്തരം തന്നിട്ടില്ല. എൻ്റെ കടങ്ങൾ അങ്ങനെ നിൽക്കുന്നു, എൻ്റെ മകൾ വരുമാനമില്ലാതെ ജോലി വീട്ടിൽ നിൽക്കുന്നു, അവിടെ കല്യാണം ഒത്തുവരണില്ല, ഈ ഘട്ടത്തിൽ എനിക്ക് ഉത്തരം തന്നില്ല, എനിക്ക് പരാതിയില്ല, എനിക്ക് പരിഭവമില്ല. എന്താ കാര്യം? ഞാൻ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല നിന്നെ ആശ്രയം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ എൻ്റെ വേദന, എൻ്റെ പ്രാർത്ഥനയ്ക്ക്, എൻ്റെ കോസിന് വേണ്ടി, ദ കോസ് വി സഫർ അഗൻസ്റ്റ് മൈ പാഷൻസ് ആൻഡ് സഫറിങ്സ്, ഞാൻ എന്ത് ചെയ്യണം? അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? എൻ്റെ നിത്യജീവന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി. നിങ്ങൾ കേൾക്കപ്പെടാത്ത എല്ലാ പ്രാർത്ഥനകളും, അത് കേൾക്കപ്പെടാത്തത് വരെ എന്തിനു വേണ്ടി കാഴ്ചവെക്കേണ്ടത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, പിന്നെ എന്തിനാണ്? നിത്യജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, സുവിശേഷത്തിന്റെ പൊരുളറിയാൻ പരിശുദ്ധാത്മാവിന്റെ വ്യാഖ്യാനം നൽകി ഞങ്ങളെ നിലനിർത്തുന്നതിന് നന്ദി പറയുന്നു. ഇന്നുവരെ ഞാൻ ക്ലേശിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത ഓരോ വിഷയങ്ങളുള്ള വിശ്വാസമായി, നിന്നുള്ള പ്രത്യാശയായി, ദൈവ സ്നേഹമായി ഞാൻ കാഴ്ചവെക്കുന്ന നിന്നോടൊത്തുള്ള എൻ്റെ നിത്യജീവിതത്തിനായി, നിന്നോടൊത്തുള്ള എൻ്റെ നിത്യജീവിതത്തിനായി ശ്രദ്ധിക്കട്ടെ. അപ്പം ഭാവിക്കുന്ന ഈശോയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? ഈ ഭാവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഉത്തരം തരാതെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതെ കർത്താവ് സൈലൻസായി കാണപ്പെടുന്ന സമയങ്ങളിൽ അവൻ നമ്മളെ കടന്നു പോകാൻ ഭാവിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകണമെന്ന് അച്ഛൻ പറഞ്ഞത്? ഇൻറ്റിമസി ഉണ്ടാകണം. പിന്നെ ആ പ്രാർത്ഥന സാങ്കേതികമായ ചട്ടപ്പടിയുള്ള അനുഷ്ഠാന പ്രാർത്ഥനയല്ല, ആത്മബന്ധത്തിൻ്റെ പുതിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നിൻ്റെ ആത്മാംശം ഉണ്ടാകണം. അപ്പോസ്തലന്മാർ ചോദിച്ചില്ലേ, ഞങ്ങൾ നശിക്കുന്നത് നിനക്ക് ഒരു ഗൗരവവും ഇല്ലെന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം നിൻ്റെ ആധ്യാത്മികത ദൈവബന്ധത്തിൻ്റെ ആധികാരികത ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആധികാരികമായ ആത്മബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിൻ്റെ ജീവിതത്തെ കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് ഭാവിക്കുന്ന കാര്യങ്ങളെ വിവേചിച്ചറിയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ശ്രദ്ധിക്കട്ടെ.
ഹല്ലേലൂയ. എൻ്റെ പേര് ദിയ. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ മാസം ഒക്ടോബർ 13 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ BSc നേഴ്സിംഗ് 4 വർഷവും ഡിസ്റ്റിങ്ഷനോട് കൂടി തന്നെയാണ് പാസ്സായത്. എന്നാൽ എനിക്ക് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. എനിക്ക് സ്പീക്ക് ചെയ്യാനോ ആരെങ്കിലും ഇംഗ്ലീഷിൽ പറഞ്ഞ് എനിക്കത് മനസ്സിലാവുകയുള്ളായിരുന്നു. അല്ലാതെ എനിക്ക് ഇംഗ്ലീഷിനെ പറ്റി ഒന്നും അറിയുകയില്ലായിരുന്നു. എനിക്ക് അങ്ങനെ സംസാരിക്കാനോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ OET പഠിക്കാൻ കയറിയപ്പോൾ ഞാൻ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടായിരുന്നു. ഞാൻ OET എക്സാം എഴുതണം എന്ന് ഓർത്തുകൊണ്ടല്ല ഞാൻ പഠിക്കാൻ പോയത്. രജിസ്ട്രേഷൻ കഴിയുന്നോടം വരെ ജസ്റ്റ് ഒന്ന് പഠിക്കാമെന്ന് ഓർത്ത് തന്നെയാണ് പോയത്. പക്ഷേ ഞാൻ പിന്നെ എനിക്ക് എപ്പോഴോ എഴുതാമെന്ന് തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു. അവിടെയാണെങ്കിൽ പഠിപ്പിക്കുന്ന സാറുമാരെ സ്പീക്കിങ്ങിൻ്റെ ഒക്കെ സമയത്ത് പറയുമായിരുന്നു ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അങ്ങനെ കുറേ പറയുമായിരുന്നു. എനിക്കും ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ എൻ്റെ റൂമിലുള്ള കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഉടമ്പടി എടുക്കാറുണ്ടായിരുന്നു. ഇവിടെ വന്നു ഉടമ്പടി എടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്നേരമൊക്കെ അവരെന്നോട് ഇങ്ങനെ ഇങ്ങോട്ട് വാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇവിടെ വരാൻ ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കാൻ എന്നാന്ന് എനിക്കറിയത്തില്ല, എനിക്കൊരു താല്പര്യം ഇല്ലായിരുന്നു. അന്നൊക്കെ ഞാൻ ഇവിടെ വന്നായിരുന്നെങ്കിലും ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുകയുള്ളായിരുന്നു, ഉടമ്പടി എടുക്കില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓൺലൈനിൽ 1 മാസം ഞാൻ വീട്ടിൽ പോയിരുന്നു OET പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഇങ്ങനെ യൂട്യൂബിൽ യാദൃശ്ചികമായിട്ട് ഇവിടുത്തെ ഒരു വീഡിയോ എനിക്ക് കയറി വന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് കണ്ടപ്പോൾ എനിക്കിവിടെ വരണം എന്നുള്ള ഭയങ്കര ആഗ്രഹം മാതാവായിട്ട് തന്നെ തോന്നിപ്പിച്ചതെന്ന് ഞാൻ പറയുള്ളൂ. എന്തോ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് എന്നെ അട്രാക്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് വേറെ ഉടമ്പടി എടുക്കുന്നതിനേക്കാളുപരി ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് വരണം എന്നായിരുന്നു ഒരാഗ്രഹം ഉണ്ടായിരുന്നത്. ഞാൻ അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് മമ്മി ആദ്യം പറഞ്ഞു വരാൻ പറ്റില്ല, നമുക്ക് ഇടവകപ്പള്ളി പോയി പ്രാർത്ഥിക്കുന്നതിൽ ഏറ്റവും നല്ലതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാനൊരു ദിവസം വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിച്ചു, മാതാവെ എന്നെ ഇവിടെ ഒന്ന് കൊണ്ടുവരാൻ മാതാവ് വലിയൊരു സാഹചര്യം ഉണ്ടാക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞൊരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ചേച്ചി ഇവിടെ വന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ചേച്ചിയായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഞാനിങ്ങനെ എക്സാം എഴുതാൻ പോകാമെന്നൊക്കെ അറിഞ്ഞപ്പം എൻ്റെ മമ്മീനെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് ഇങ്ങോട്ട് വാ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക, എന്നെക്കൊണ്ട് എടുപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മമ്മിക്ക് മനസ്സിലായി ഇത് മാതാവായിട്ട് തന്നെ വിളിക്കുന്നതാണെന്ന് മമ്മിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 13 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് ഞങ്ങളുടെ വീട്ടിലാണേലും എനിക്കാണേലും മമ്മിക്കാണേലും കുറേ സ്വഭാവത്തിലാണേലും കുറേ വ്യത്യാസങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഈ കാശുരൂപം എൻ്റെ കൊന്തയിലും കൈക്കൊന്തയിലും ഒക്കെ ഇട്ടപ്പോൾ തൊട്ട് ഞാൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് വിഷമമൊക്കെ വരുന്ന ആളാണ്, പേടിയുള്ള ആളാണ്. പക്ഷേ എനിക്ക് കാശുരൂപം കിട്ടിയപ്പോൾ തൊട്ട് എൻ്റെ പേടി ഒരുപാട് കുറയുന്നതായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സാം എഴുതാൻ പോയി. എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഒരു മൊഡ്യൂളും തന്നെ നേരത്തെ തൊട്ടത് എനിക്ക് ഒരു ഇന്ന മൊഡ്യൂളെന്നും പറഞ്ഞ് ഇന്ന മൊഡ്യൂള് എനിക്ക് എളുപ്പമാണെന്ന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് ലിസണിങ്ങിന് കയറി എനിക്ക് ആ എ പാർട്ടി തന്നെ കുറേ കിട്ടാതെ പോയിട്ട് ഒരു 3-4 കിട്ടാതെ പോയിട്ടുണ്ട്. ബിയും സിയും ഒന്നും എനിക്ക് ക്വസ്റ്റ്യൻ പോലും വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഞാനെല്ലാം ആ ഓപ്ഷനൊക്കെ മാതാവെ ഞാൻ ഏതാ അടയാളപ്പെടുത്തേണ്ടതെന്ന് ചോദിച്ചായിരുന്നു ഞാൻ ഓരോന്നും ടിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. റീഡിങ്ങിനാണേലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ വീട്ടിലിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് ഇന്നേ വരെ റീഡിങ്ങും റൈറ്റിങ്ങും ഒന്നും കറക്റ്റ് സമയത്തിനുള്ളിൽ ഞാൻ ഇന്നേ വരെ ചെയ്ത് തീർന്നിട്ടില്ലായിരുന്നു. ഒരു 40 മിനിറ്റിന് ചെയ്ത് തീർക്കാനുള്ള ഞാനത് 1 മണിക്കൂറൊക്കെ എടുത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ എക്സാമിൻ്റെ കറക്റ്റ് സമയത്ത് എനിക്ക് ഒന്നും വായിച്ചിട്ടും മനസ്സിലായുമില്ല. പക്ഷേ നേരത്തെ തന്നെ ഒരു 3 മിനിറ്റ് മുമ്പ് തന്നെ എനിക്കെല്ലാം എഴുതി തീർക്കാൻ സാധിച്ചായിരുന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് വിശ്വാസപ്രമാണം എത്രയും ദയുള്ള മാതാവൊക്കെ പേപ്പറിൽ ചൊല്ലിയിട്ടാണ് ഞാൻ കൊടുത്തത്. എനിക്ക് എൻ്റെ കഴിവുകൊണ്ട് കിട്ടില്ലെന്ന് എനിക്ക് 100% നല്ല ഉറപ്പായിരുന്നു. കാരണം എനിക്ക് അത്രയ്ക്കൊരു കഴിവില്ല. കാരണം ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റും കൂടിയാണ്. ഒന്നും അറിയില്ലാത്ത എനിക്ക് ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതലും മാർക്കേ മാതാവിൻ്റെ മധ്യസ്ഥം വഴി എനിക്ക് ഈശോ തന്നു. ഒരു കഴിവുമില്ലാതെ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഈശോ തന്ന വലിയ അനുഗ്രഹത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു.